ഹായ്, തക്കാളി കണ്ട തക്കാളി എടുത്ത് നിൽക്കും റെസിപ്പി കണ്ടാ. ഒരു വർഷത്തിന് മുമ്പേ ചോദിച്ച റെസിപ്പിയാണ്. തക്കാളി ചാറുണ്ടാക്കാൻ പോണ്ടാ. എണ്ണയിൽ ചെറിയ ഉള്ളി ഇട്ട് നന്നായി വണക്കിയെടുക്കുക. വറമുളക് ഇട്ട് സൂപ്പറായി വണക്കിയെടുക്കട്ടാ. വറമുളക് ഉണ്ടല്ലോ, അയ്യോ സൂപ്പറായി റെഡിയാകും വരെ വണക്കിയിട്ട് കുരുമുളക്, പട്ട, വലിയ ജീരകം, ഏലക്ക, ഗ്രാമ്പ്, ചെറിയ ജീരകമൊക്കെ ഇട്ട് സൂപ്പറായി എണ്ണയിലിട്ട് നന്നായി അതും വണക്കിയെടുക്കുക. എന്നിട്ട് കറിവേപ്പിലയിട്ട് അതും സൂപ്പറായി പൊടിച്ച്, പിന്നെ മല്ലിയിട്ട് നന്നായി വറുത്തെടുക്കട്ടാ. അത് പൊട്ടിച്ചതാകും പോലെ ഒരു പാകമാകും പോലെ സൂപ്പറായി വറുത്തെടുത്തിട്ട് തനിയെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് എണ്ണ ഒഴിക്കുക. അതേ ചട്ടിയിൽ തന്നെ തേങ്ങ സൂപ്പറായി വറുത്തെടുക്കട്ടാ. മറ്റേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് സൂപ്പറായി വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് തക്കാളി അളവിനെടുത്ത് ചെറുതായി അരിഞ്ഞ് സൂപ്പറായി വേവിക്കട്ടാ. ആ എണ്ണയിൽ നന്നായി വണക്കിയെടുക്കുക. പിന്നെ മറ്റേ മിക്സിയിലിട്ട് അടിക്കാൻ പോകണ്ട. മല്ലി ഇതിലൊക്കെ കുറച്ച് ചട്നിക്കള്ള ചേർത്തിട്ടുണ്ട് കേട്ടാ. അത് ചേർത്ത് അടിക്കുമ്പോൾ വൈഫിനോട് ചിരിക്കാൻ പറഞ്ഞാ. അത്രയേ ചിരിച്ചുള്ളൂ. തക്കാളി ഇതൊക്കെ അടിച്ച് മാറ്റി വെച്ചിട്ട് എണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് വലിയ ജീരകം, ഗ്രാമ്പ്, ഏലക്ക, പട്ടയൊക്കെ ഇട്ട് നന്നായി വണക്കിയെടുക്കട്ടെ. അതിൽ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് അത് വിട്ട് നന്നായി വറുത്തെടുക്കുന്നുണ്ട് കേട്ടാ. വറുത്തത് പാകത്തിലാകുമ്പോൾ സബോള ചെറിയ സബോള അരിഞ്ഞ് അതിന് വണങ്ങാനായിട്ട് ഉപ്പിടുന്നുണ്ട് കേട്ടാ. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അത് നന്നായി വണക്കി പിന്നെ അടിച്ച് വെച്ചില്ലേ തേങ്ങ, ഇതൊക്കെ അടിച്ച് വെച്ചത് ഒക്കെ സൂപ്പറായി ഒഴിച്ച് കൊടുക്കട്ടാ. എല്ലാം ഒഴിച്ച് തക്കാളി അടിച്ച് അത് ഒഴിക്കുന്നുണ്ട് കേട്ടാ. ഒഴിച്ച് അളവിന് വെള്ളം ചേർത്ത് ഉപ്പൊക്കെ അളവിനിട്ട് നന്നായി തിളപ്പിക്കട്ടാ. തിളപ്പിച്ച തക്കാളി ചാറ് സൂപ്പറായി റെഡിയാകും. ഒരളവിന് തിളപ്പിച്ച് ഇറക്കി വയ്ക്കുക. പിന്നെ ഇന്നേക്ക് വീട്ടിലെന്താണ് സ്പെഷ്യൽ പറഞ്ഞത് കണ്ടാ. സൂപ്പറായി വെച്ചിട്ടുണ്ട്. എന്താണ് അറിയുമ്പോൾ ഇഡലിയാണ് ഇന്നേക്ക് സ്പെഷ്യൽ. വീട്ടിൽ ഇഡലി തക്കാളി ചാറ് കണ്ട. തക്കാളി ചാറ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഗാന്ധി ചമ്മന്തി, മുളക് ചമ്മന്തി ഗാന്ധി ചമ്മന്തി ഇട്ടിട്ടുണ്ട്. തക്കാളി ചാറിൽ മുക്കി മുളക് ചമ്മന്തിയിൽ മുക്കി കഴിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളിതുപോലെ തക്കാളി ചാറൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാ പറയണം. ഇന്നേക്ക് നിങ്ങളുടെ വീട്ടിൽ എന്താണ് സ്പെഷ്യൽ പറയട്ടെ.